നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. എനിക്ക് മനസ്സില്ല. ഹലോ, അങ്ങനെ ഉപ്പും മുളകും പുതിയ പ്രമോലും നമ്മുടെ അളിയന്മാർ തമ്മിൽ മുട്ട മത്സരം. എന്താണ് മുട്ട തീറ്റ മത്സരം? അതേ കൂട്ടുകാരെ, രണ്ടുപേരും കൊട്ട വാശിയിലോട്ടോ. കനകാന്റി ആണെങ്കിൽ ഒരു പ്ലേയിൽ ഒരു കുന്നു മുട്ടയായിട്ട് വരുന്നുണ്ട്, പുഴുങ്ങിയ മുട്ട. അപ്പൊ എന്നിട്ട് ഇവര് മത്സരം തുടങ്ങുവാണ്, ആര് ജയിക്കും, ആരാണ് ഏറ്റവും കൂടുതൽ മുട്ട തിന്നുന്നത് എന്നുള്ളൊരു മത്സരം. അങ്ങനെ കേശുവും സിദ്ധോളിയനും തമ്മിൽ മത്സരം തുടങ്ങി. അപ്പൊ കേശു അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്, വിഴുങ്ങാനല്ല ചവച്ചരച്ച് നല്ല രീതിയിൽ കഴിക്കുന്നാക്കേ സമ്മാനമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധുവളിയനും കേശുവളിയനും പെറുക്കി അങ്ങോട്ട് തിന്നുകൊണ്ടിരിക്കുവാണേ. അപ്പൊ കേശുവളിയനാണെങ്കിൽ ഒരു പാത്രം ഫുള്ള് കഴിഞ്ഞപ്പോഴും പറയുന്നുണ്ട്, ഇതൊക്കെ എന്ത്, ഒരു നാരങ്ങ മിഠായി കഴിച്ചതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ, അടുത്തത് പോരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധുവളിയനും പറയുന്നുണ്ട്, പോന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേശുവളിയും പറയുന്നുണ്ട്, തോറ്റു കൊടുക്കാൻ ഞാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവളിയൻ, തോൽപ്പിക്കാൻ ഞാനുണ്ട് എന്ന് സിദ്ധുവളിയനും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് മുട്ട കൊണ്ടുവരുന്നു, മൂന്നാമത്തെ ട്രിപ്പ് മുട്ട കൊണ്ടുവരുന്നു. അങ്ങനെ തീറ്റയോട് തീറ്റ, ആരും വിട്ടു കൊടുക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ കേശുവിന്റെ തൊണ്ടയിൽ കൊടുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു, സിദ്ധുവളിയനും എന്തോ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങനെയാണ് അവസാനം നിർത്തുന്നത്. എന്തൊക്കെയോ പറ്റുന്നുണ്ട് ഈ മുട്ട തീറ്റൽ മത്സരത്തിനൊടുവിലെ. അതിനി അതിരുവിട്ടു പോകാത്തൊരു അപകടമായാൽ മതിയായിരുന്നു അല്ലേ? കാത്തിരുന്ന് എന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.